ഒരിക്കൽ ശിവഭഗവാൻ മന്ദരപർവ്വതത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർവതീദേവി പിന്നിലൂടെ വന്ന് ശിവഭഗവാന്റെ കണ്ണ് പൊത്തി. ആ സമയം പ്രപഞ്ചം അന്ധകാരത്തിലാഴ്ന്നു. എന്നാൽ ശിവഭഗവാന്റെ തൃക്കണ്ണിന്റെ താപത്താൽ പാർവതീദേവിയുടെ കയ്യിൽ നിന്നും ഒരു വിയർപ്പ് തുള്ളി താഴേക്ക് വീണു. അതിൽ നിന്നും വികൃതമായ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇരുട്ടിൽ ജനിച്ച ആ കുഞ്ഞ് അന്ധനായിരുന്നു. അവനെ കണ്ട് പാർവതീദേവി ഭയന്നു. ശിവഭഗവാൻ അവനെ മകനായി അംഗീകരിക്കുകയും അന്ധകൻ എന്ന പേരും നൽകി. ആ സമയം ഒരു പുത്രനു വേണ്ടി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അസുര ചക്രവർത്തിയായ ഹിരണ്യാക്ഷന് പരമശിവൻ അന്ധകനെ നൽകി. വരാഹ അവതാരത്താൽ ഹിരണ്യാക്ഷൻ മരണപ്പെട്ടു. അസുരന്മാരുടെ രാജാവായി അന്ധകൻ മാറി. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അന്ധകന് ആഗ്രഹിച്ച വരങ്ങളെല്ലാം നൽകി. ശിവനാൽ തനിക്ക് മരണം സംഭവിക്കാമെന്ന മുന്നറിയിപ്പും കൊടുത്തു. ബ്രഹ്മാവിന്റെ വരബലത്താൽ ശക്തനായി മാറിയ അന്ധകാസുരൻ പാർവതീദേവിയെ അപഹരിക്കാൻ ശ്രമിച്ചു. ആദിദേവനായ മഹാദേവൻ അന്ധകാസുരനുമായി യുദ്ധം ചെയ്തു. എന്നാൽ നിലത്തു വീഴുന്ന അന്ധകന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അന്ധകന്മാർ വീണ്ടും ജനിച്ചുകൊണ്ടിരുന്നു. ആ സമയം ശിവന്റെ ശക്തിയുടെ രൂപമായ ദുർഗാദേവി രുദ്രകാളിയായി രൂപമെടുത്ത് അന്ധകാസുരന്റെ രക്തം പാനം ചെയ്യുന്നു. ഭക്തജന മനസ്സുകളിൽ ഒരേ സമയം അത്ഭുതവും ഭക്തിയും ജനിപ്പിക്കുന്ന കെട്ടുകാഴ്ച അനുകരിക്കാൻ കഴിയാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക മികവിൽ അബി ആർട്സ് കൊല്ലം അവതരിപ്പിക്കുന്നു ആദിദേവന്റെ അന്ധകാസുര നിഗ്രഹം. अभयंकरा धर्मं चराय सर्वं हराय मृत्युंजयाय महेश्वरा रुद्ररूपाय भद्रतेजाय उग्रनेत्राय परमेश्वरा